കതിരൊളി വീശും മക്ക പതികഴബം കാണുവാൻ കൊതിഹരം ചൂറ്റുവാൻ വിധിയരുൾ കോനെ ഉടനെ ഷറഫ് മദീനേക്കെത്താൻ മോഹമദാണേ. ചില ആളുകൾക്കൊരു ചോദ്യമാണ്, ഇതിനൊക്കെ നടന്നിട്ട് വല്ല കാര്യമുണ്ടോടാ, വേറെ വല്ല പണിക്കും പോയിക്കൂടെ എന്നുള്ളൊക്കെ അനുഭവങ്ങളിലൂടെയാണ് കടന്നു വന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്കത് കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. ഈ അറിവുകൾ തേടാൻ വേണ്ടി പുസ്തകമൊക്കെ അന്ന് മണ്ണെണ്ണ വിളക്കാണല്ലോ. അതെ അതെ, മണ്ണെണ്ണ തീർന്നു പോകുന്നൊക്കെ പറഞ്ഞിട്ട് വിളക്കൂരിയൊക്കെ അനുഭവങ്ങളുണ്ട്. ഉമ്മ ആയാലും ഉപ്പ ആയാലും ഫാമിലിയിൽ നിന്നൊക്കെ നല്ല സപ്പോർട്ടാണ്. എങ്കിലും നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് ചില ആളുകൾക്ക് ഉണ്ടാവുമല്ലോ ഒരു ചോദ്യം. ഈ കാലിഫോർണിയയിൽ നിന്ന് ഒരാള് എൻ്റെ അടുത്ത് ഈ മാപ്പിളപ്പാട്ടിൽ ചില വിഷയങ്ങളൊക്കെ ആയിട്ട് വന്നപ്പോൾ ബാപ്പുക്കാൻ്റെ അടുത്തും വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു അദ്ദേഹം. അപ്പോൾ അങ്ങനെ വന്ന സമയത്ത് ചോദിച്ച സമയത്ത്, കാരണം ഇവിടെയുള്ള ആളുകൾക്ക് ഒന്നും ഇപ്പൊ ഇതിനെ വേണ്ട എന്നുള്ള രീതിയിലേക്ക് ഇപ്പൊ നമ്മുടെ പാട്ടുകളുടെ ഒക്കെ ഗതി മാറി തുടങ്ങി. 400 വർഷങ്ങൾക്ക് മുമ്പ് കണ്ടെത്തി എന്ന് പറയുന്ന മൊഹിയുദ്ദീൻ മാലയിൽ നീ പറഞ്ഞ ഒരു നിയമങ്ങളും ഇല്ല. ഇല്ല, ആരും ഇല്ലാത്ത സമയത്ത് നമ്മളെ താങ്ങി നിർത്താൻ നമ്മുടെ ഒരു സൗഹൃദ വലയങ്ങളെ ഉണ്ടായിട്ടുള്ളൂ. അതാണ് നമ്മുടെ ഏറ്റവും വലിയ ഒരു പവർ. രാത്രി ഇദ്ദേഹം ചാവക്കാടുന്ന മറ്റോ പരിപാടി കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ പാട്ട് കൊടുത്തു. അദ്ദേഹം എൻ്റെ എന്ത് എന്താ ചെയ്തെന്ന് ഇത് കീറിക്കളഞ്ഞ് മാത്രമല്ല എൻ്റെ റൂമിൽ നിന്ന് പുറത്താക്കി. ആ ചെമ്പക വിരുത്തോ ഈശലെടുത്തിട്ടാണ് വീണ്ടും വൈദ്യർ എന്ത് ചെയ്തിട്ടുള്ളത്, പാനബോധസതുള്ളിലാഹരിഹംസചാടിയടുത്തുടൻ ആരടാശുജത്തുരത്തമേ ഹൗലിൽ നിന്ന് കുടിപ്പവൻ. പോരാട്ട വീര്യങ്ങൾ, ഖിലാഫത്തിൻ്റെ കഥകളിലൊക്കെ ചരിത്രത്തിൻ്റെ താളുകളിൽ കുറിച്ചിട്ട മഹാകവി മോയിൻകുട്ടി വൈദ്യർ മുണ്ടമ്പറ സുജായി മൊയ്തു മുസ്ലിയാരുടെ നാട്ടിൽ നിന്ന് ഇതാ പാട്ടെഴുത്തും പാട്ടുകാരനും സംഗീത സംവിധായകനും കോൽക്കളിക്കാരനുമായ മറ്റൊരു ലെജൻസിനെ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. റഷീദ് മോങ്ങം. റഷീദിന് ഈ പരിപാടിയിലേക്ക് ആർദ്രമായ സ്വാഗതം. താങ്ക് യു. റഷീദ് എന്നെപ്പറ്റി പഠിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് ഒരു സർവ്വകലാവല്ലഭനായിട്ടാണ്. ശരിയാണോ? ഈ ചുരുങ്ങിയ കാലം കൊണ്ട് വലിയ കലാകാരനൊന്നുമല്ല, പക്ഷേ എങ്കിലും അടുത്തുകൊണ്ടിരിക്കുന്ന ഒരു എളിയ കലാകാരൻ മാത്രം. അത് നമ്മളുടെ എളിമ കൊണ്ട് പറയുന്നതാണ്. എങ്കിലും യൂട്യൂബിൻ്റെ കാലഘട്ടത്തിൽ, എൻ്റെയൊക്കെ കാലഘട്ടത്തിൽ, ഗ്രാമഫോണിൻ്റെ കാലഘട്ടത്തിൽ വന്ന ആളാണ് ഞാൻ. അത് കണ്ടു, പിന്നെ കാസറ്റ് കണ്ടു, CD കണ്ടു. അതൊക്കെ അതിന് ശേഷം ഇപ്പം യൂട്യൂബിലാണ്. യൂട്യൂബിൻ്റെ കാലഘട്ടത്തിൽ തിളങ്ങി നിൽക്കുന്ന ഒരാൾ തന്നെയായിട്ടാണ് എനിക്ക് മനസ്സിലായത് റഷീദ് മോങ്ങത്തിനെ കുറിച്ച്. അപ്പോൾ റഷീദ് മോങ്ങത്തിൻ്റെ കലാജീവിതത്തിനെ കുറിച്ച് ഒന്ന് ജനങ്ങളോട് സംവദിക്കണം. ആദ്യം തന്നെ ഇങ്ങനെ ഒരു പരിപാടിയിൽ പ്രത്യേകം ബാപ്പുക്കയുടെ കൂടെ ഇരിക്കുക എന്ന് പറയുന്നത് തന്നെയാണ് ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഭാഗ്യമായി ഞാൻ ഈ അവസരത്തിൽ കാണുകയാണ്. കാര്യമായി ഞാൻ ഈ കലാജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു ഭാഗം എന്ന് പറയുന്ന ഒന്ന് എൻ്റെ ഉപ്പാപ്പയിൽ നിന്നാണ്. ഉപ്പയുടെ ഉപ്പയിൽ നിന്നാണ് കാര്യമായിട്ട് ഇതിലേക്ക് കടന്നു വരുന്നത്. അന്ന് ഉപ്പയുടെ പെട്ടിക്കടയിൽ ഇരുന്നു കൊണ്ടൊക്കെ ഉപ്പാപ്പ പാടിത്തരുന്ന പാട്ടുകൾ, അങ്ങനെ ചില ഗ്രന്ഥങ്ങളൊക്കെ പാടി പറയുമ്പോഴൊക്കെ നമുക്ക് അതിന് വല്ലാതൊരു ആകർഷണീയത തോന്നി. അങ്ങനെയാണ് യഥാർത്ഥത്തിൽ പാരായണങ്ങളൊക്കെ. അപ്പൊ അങ്ങനെ ഒരു ആകർഷണീയത തോന്നിയ സമയത്ത് ഉപ്പാപ്പ പാടുന്നപ്പോ കതിരൊളി വീശും മക്ക പതികഴബം കാണുവാൻ കൊതിഹരമും ചൂറ്റുവാൻ വിധിയരുൾ കോനെ ഉടനെ ഷറഫ് മദീനേക്കെത്താൻ മോഹമദാണേ. അതാ എനിക്ക് കൃത്യമായിട്ട് അറിയില്ല, പക്ഷെ ഉപ്പാപ്പയിൽ നിന്ന് പാടിക്കേട്ട ഒരു പാട്ട് കൂടിയാണ്. ഉപ്പാപ്പയാണ് പാട്ടിന്റെ ഗുരുനാഥൻ. കൃത്യമായി പറയാം, എന്റെ ഉമ്മയാണ് എന്റെ ഗുരുനാഥൻ. മാഷാ അല്ലാഹ്. അതാണ്, നമുക്ക് ഓരോ ആളുകൾക്കും ഓരോരോ വ്യത്യസ്ത കാറ്റഗറിയിലെ ആളുകളാണ്. അപ്പോൾ ഏതായാലും അങ്ങനെയാണ് നമ്മുടെ വന്ന ഒരു വഴി അങ്ങനെയാണ്. പിന്നീട് എൻ്റെ ഉപ്പ നല്ല പാട്ടുകാരനാണ്, കോൽക്കളിക്കാരനാണ്. അപ്പോൾ ആ ഒരു പാരമ്പര്യത്തിൻ്റെ ആ ഒരു തുടർച്ചയായിരിക്കാം ഞാനും യഥാർത്ഥത്തിൽ ഇങ്ങനെ പാട്ടുകളെ സ്നേഹിച്ചുകൊണ്ട് കടന്നു വരുന്നത്. പിന്നെ കലാരൂപങ്ങളെ കുറിച്ച് പഠനം നടത്തുന്നതിന് വേണ്ടി ആ ചെറുപ്പ സമയത്ത് തന്നെ അതിനോട് വല്ലാത്തൊരു
ആശ്ചര്യവും അത് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു താല്പര്യവും ഉണ്ടായതിന്റെ അടിസ്ഥാനത്തിലാണ് അതിലേക്കൊക്കെ ഇറങ്ങി തിരിച്ചത് കാര്യമായി. അങ്ങനെ മാപ്പിളപ്പാട്ട്, വട്ടപ്പാട്ട്, അതുപോലെ ദഫ്മുട്ട്, അറബനമുട്ട്, കോൽക്കളി, അതുപോലെ തന്നെ ഒപ്പനയുടെ വകഭേദങ്ങളെ ഇങ്ങനെയുള്ള പാട്ടുകളുടെയൊക്കെ ശേഖരണങ്ങളായിട്ടും അങ്ങനെ പല സംഗതികളും ഉപ്പാപ്പയുടെ അടുത്തുണ്ട്. അപ്പൊ അദ്ദേഹമാണ് ആദ്യം ഒരു ഗ്രന്ഥം, ഒരു കലാകുടുംബമാണ് നിങ്ങൾ അല്ലേ? ഒരു കലയുടെ കുടുംബം. കലയുടെ കുടുംബം. ആ കലയുടെ കുടുംബത്തിൽ നിന്ന് വന്നത് കൊണ്ട് തന്നെയാണ് ഈ രംഗത്ത് ഇപ്പോൾ ഈ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ഈ റഷീദ് മോങ്ങം എന്നൊരു അഡ്രസ്സ് ഉണ്ടാക്കി തീർത്തത്. കാരണം അധിക ആളും ഇപ്പം ഞാനൊക്കെ വരുന്ന കാലത്ത് ഈ ഭയങ്കര എതിർപ്പാണ്, ഇതൊക്കെ ഹറാമാണെന്നും പറഞ്ഞു. എനിക്ക് പ്രോത്സാഹനം കിട്ടിയത് എൻ്റെ അമ്മാവന്മാരും, ഞാൻ പറഞ്ഞല്ലോ ഉമ്മ, അവരുടെ അടുത്തു നിന്നാണ്. നേരെ വന്നിട്ട് എൻ്റെ ബാപ്പയുടെ കുടുംബത്തിൽ നിന്ന് ഭയങ്കര എതിർപ്പായിരുന്നു, ബാപ്പയുടെ നാട്ടിൽ നിന്നും എതിർപ്പായിരുന്നു. എൻ്റെ പേരിനോടനുബന്ധിച്ചുള്ള വെള്ളിവർമ്മയിൽ നിന്നൊക്കെ ഭയങ്കര എതിർപ്പായിരുന്നു. എല്ലാവരും അല്ല, ചുരുക്കം പേര്. അവരുടെ എതിർപ്പ് ഇന്നും ഉണ്ട് കേട്ടോ. ആ എതിർപ്പുണ്ടായത് കൊണ്ടാണ് ഞാൻ ഒരു ലക്ഷ്യബോധത്തിൽ എത്തിയത്. അങ്ങനെ എതിർപ്പ് പിന്നെ റഷീദിനുണ്ടായിണ്ടാവില്ല. അതായത് ഫാമിലിയിൽ ബാപ്പുക്ക പറഞ്ഞ പോലെ തന്നെ ചില ആളുകൾക്കൊരു ചോദ്യമാണ്, ഇതിനൊക്കെ നടന്നിട്ട് വല്ല കാര്യം ഉണ്ടോടാ, വേറെ വല്ല പണിക്കും പോയിക്കൂടെ എന്നുള്ളൊക്കെ നമ്മളുടെ നാട്ടിൽ പക്ഷെ അതിനൊക്കെ മറുപടി ആയിട്ട്. പക്ഷെ ഇന്നിപ്പോ നമ്മൾ പല അംഗീകാരങ്ങളും നമുക്ക് നേടി എടുത്ത സമയത്ത് പല ആളുകളും നല്ല വിളിച്ച് നല്ല കമന്റുകളൊക്കെ പറയും. ഇതിന് പോയിട്ട് പിന്നെ വെറുതെ പൈസ ഇട്ടാണ് ഇപ്പൊ ഒരു പണിയില്ല. അതെ അതെ അതെ, അങ്ങനെ പറയുന്നവരുണ്ട്. അതെ അതെ, എല്ലാ വിഭാഗത്തിലുള്ള ആളുകളും ഉണ്ട്. ഇതൊക്കെ കേൾക്കാൻ ബാധ്യസ്ഥരാണല്ലോ കലാകാരന്മാർ, നമ്മളെ കൂട്ടത്തിലാണ്. അതെ അതെ, തീർച്ചയായും. അത് നമ്മുടെ ഒരു പിന്നെ ഇസ്ലാമിക ചട്ടക്കൂടിന്റെ ഉള്ളിൽ നിന്നുള്ള സംഗതികൾ പറയുന്ന സമയത്താണ് പല ആളുകളും അത്തരം കാര്യങ്ങളൊക്കെ പുറത്ത് പറയുന്നത്. അതാണ് യഥാർത്ഥത്തിൽ. അങ്ങനെയൊന്നുമില്ല. പാട്ടിനെ സ്നേഹിക്കാത്ത ഒരു കഥ ഈ ഇസ്ലാമിൽ ഞാൻ കണ്ടിട്ടില്ല. ഇല്ല, തീർച്ചയായും. പിന്നെ ഏത് തരം പാട്ട് എന്നുള്ളതിന്റെ ഒരു വേർതിരിവുണ്ടെന്ന് മാത്രമേ. ഇപ്പോ പിന്നെ നമ്മളിപ്പോ പറയുന്ന ചില യാഥാസ്ഥിതികത്തെ കുറിച്ച് പറയുന്നുണ്ടല്ലോ, അവര് വരെ നമ്മളൊക്കെ വിളിച്ചു കൂട്ടിക്കൊണ്ടു ഇങ്ങനെ നമ്മളെ ആദരിച്ചില്ലേ പല സ്ഥലത്തും. കലയില്ലാതെ നടക്കൂല എന്നുള്ളത് തന്നെയാണ്. എന്നെയൊക്കെ ഇപ്പം സത്യം പറഞ്ഞാൽ മർക്കസിലൊക്കെ 40ാം വാർഷികം കൊണ്ടാടുമ്പോൾ എന്നെ മൂസക്കാനെ കേരളത്തിലുള്ള എല്ലാ എഴുത്തുകാരെയും വിളിച്ച് ബേപ്പി അബൂക്കർ മുസ്ലിയാരൊക്കെ ആദരിച്ചു. അതൊരു വലിയ ജീവിതത്തിൽ വലിയ സംഭവമായിട്ട് ഞാൻ കാണുന്നത്. തീർച്ചയായും. കാരണം പിന്നെ അവരാണ് എതിർത്തൊന്നും ഞാൻ പറയുന്നില്ല. അങ്ങനെ ഒരു എതിർപ്പിൽ നിന്ന് മാറിയിട്ട് നമ്മൾക്ക് അംഗീകാരം കിട്ടിയല്ലേ. അതാണ് തീർച്ചയായും. അങ്ങനെ അംഗീകാരങ്ങളാണ് ഇപ്പോ നമുക്കിപ്പോ ഈ അംബേദ്കർ പുരസ്കാരമൊക്കെ കിട്ടിയ സമയത്ത് ഒരുപാട് ആളുകൾ നമ്മൾ എതിർത്ത ആളുകൾ. അന്താരാഷ്ട്ര ഒരു പുരസ്കാരം കിട്ടിയത് എന്തിനാണ്? അതെ, അംബേദ്കർ പുരസ്കാരം മാപ്പിള കലകളിൽ, മാപ്പിള കലകളിൽ റിസർച്ച് കാര്യങ്ങളൊക്കെ അത് വാങ്ങിയോ? വാങ്ങി. ഡൽഹിയിൽ വെച്ച് പോയിട്ട് ആരായി തന്നത്? അത് ഡൽഹി ഗവർണറുടെ കയ്യിൽ നിന്നാണ് കിട്ടിയത്. വലിയൊരു അംഗീകാരം ഈ ഒരു പ്രായത്തിൽ തന്നെ എന്നെ സംബന്ധിച്ച് വലിയ. കാരണം അങ്ങനെ ഒരു മേഖലയിലൂടെ കടന്നു വന്ന് നമ്മൾ ഒരുപാട് താണ്ടി. ഇപ്പൊ വാപ്പുക്കന്റെ ഒക്കെ ഭാഷ പറയുമ്പോൾ നമ്മളില്ല കല്ല് കരട് കാഞ്ഞിര കുറ്റി മുതൽ എന്നൊക്കെ പറയാറില്ലേ, അതേപോലെ അങ്ങനെയുള്ള എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തു വന്നതുകൊണ്ട് നമുക്ക് അതിനൊരു വിജയം. പക്ഷെ വേറെ അനുഭവങ്ങളുള്ളവനോ കലാകാരനാവുള്ളൂ. അതെ, തീർച്ചയായും. അനുഭവങ്ങളില്ലാത്ത കലാകാരനാവില്ല. അതെ അതെ അതെ, അനുഭവങ്ങളിലൂടെയാണ് കടന്നു വന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കത് കൃത്യമായിട്ട് അഡ്രസ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. പക്ഷേ നമ്മളൊക്കെ അനുഭവിച്ച ഒരു അനുഭവം ഒന്നും തീർച്ചയായും ഇല്ല. നമ്മളൊക്കെ അനുഭവിച്ച അനുഭവം ഭയങ്കരമാണ്. അതെ അതെ. അന്ന് എന്തെങ്കിലും പിന്നെ പുതിയ അറിവുകൾ തേടാൻ വേണ്ടി പുസ്തകമൊക്കെ അന്ന് മണ്ണെണ്ണ വിളക്കാണല്ലോ. മണ്ണെണ്ണ തീർന്നു പോകുന്നൊക്കെ പറഞ്ഞിട്ട് വിളക്കൂതിയൊക്കെ അനുഭവങ്ങളുണ്ട്. അത് അവരെ പറഞ്ഞിട്ട് കാര്യമല്ല. മണ്ണെണ്ണ വിറ്റേന്ന് വാങ്ങാൻ പൈസ ഉണ്ടാവില്ല. സാഹചര്യം അങ്ങനെയാണ്. തീർച്ചയായും. അന്ന് അവരോട് ദേഷ്യം തോന്നിയിരുന്നു. ഇന്നിപ്പോ ആ സാഹചര്യം പഠിച്ചു ഞാൻ. കാരണം അപ്പൊ അതുപോലുള്ള അനുഭവങ്ങൾ ഉണ്ടാവില്ല. പിന്നെ ഉപ്പയിൽ നിന്നും ഉപ്പാപ്പയിൽ നിന്നും കിട്ടിയത് കൊണ്ട് വളരെ ഊർജം കിട്ടിയിട്ടുണ്ടാവും. ഫാമിലി ആര് എതിർത്താലും എൻ്റെ ഉപ്പയൊക്കെ അത്രയും സപ്പോർട്ടാണ്. ഉമ്മ ആയാലും ഉപ്പ ആയാലും ഫാമിലിയിൽ നിന്നൊക്കെ നല്ല സപ്പോർട്ടാണ്. എങ്കിലും നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് ചില ആളുകൾക്ക് ഉണ്ടാവുമല്ലോ ഒരു ചോദ്യം. അല്ല, അത് വേറെ ഒന്നും. നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് എതിർപ്പില്ലെങ്കിൽ നമ്മൾ ലക്ഷ്യബോധമുള്ളവരാവില്ല. അതെ, തീർച്ചയായും. അതെ, അവർ എതിർത്തുകൊണ്ടേയിരിക്കണം. അതെ അതെ, എന്തെങ്കിലേ നമുക്കും കയറാൻ പറ്റുള്ളൂ. നമ്മൾക്ക് കയറാൻ പറ്റുള്ളൂ. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അവരോടാ. അതെ അതെ,
അവർ നമ്മുടെ പിന്നിൽ ദൂഷിയേക്കാൻ കൂടിയിട്ടില്ലെങ്കിൽ അംസാഖിന്റെ ഭാഷയെ പറഞ്ഞാല് അവർ ദൂഷിച്ചില്ലെങ്കിൽ നമ്മൾ ഉണ്ടാവില്ലായിരുന്നു. ഇത് വാപ്പുള്ളി ഓർമ്മ ഉണ്ടാവില്ല. അവർ ദൂഷി വെച്ച് കൂടിയിട്ട് നമ്മളെ വാശി പിടിപ്പിച്ചതാ. ആ വാശിയാണ് നമ്മൾക്ക് കുതിക്കാനുള്ള ഊർജ്ജം തന്നത് അവരാണ്. അപ്പോൾ അവാർഡ് കിട്ടി അതൊരു അനുഭവമാണ് ഡൽഹിയിൽ പോയിട്ട്. എത്ര വർഷം എടുത്ത് ഇതിനെ പറ്റി പഠിക്കാൻ? ഞാനൊരു 4 വർഷത്തോളം ഇതിന്റെ പിന്നാലെ തന്നെ ആയിരുന്നു. ഞാൻ അതിന് മുന്നേ ഒരു താഷ്ക് എന്ന് പറയുന്ന മാപ്പിളപ്പാട്ടുകളുടെ അങ്ങനെ ഒരു എപ്പിസോഡ് തുടങ്ങി. അത് കണ്ടപ്പോഴാണ് ഇവര് നമ്മളെ ബന്ധപ്പെടുന്നത്. എന്താണ് നിങ്ങളുടെ ഫീൽഡ് എന്താണ്? അപ്പൊ നമ്മൾ പറഞ്ഞു നമ്മുടെ ഫീൽഡ് ഇങ്ങനെയൊക്കെയാണ്, മാപ്പിള കലകളെ കുറിച്ച് ഈ ഇത്തരത്തിലുള്ള മാപ്പിള കലകളെ കുറിച്ച് പഠിക്കുമ്പോൾ എനിക്കൊരു സംശയമുണ്ട്. കോൽക്കളി നമ്മളുടെ കലയാണോ? കൃത്യമായിട്ട് രാജസൂയം എന്നൊക്കെ പറയാം. നമുക്ക് അറക്കൽ ആ ഒരു രാജവംശത്തിന്റെ പാരമ്പര്യം, അറക്കൽ രാജവംശത്തിൽ കോൽക്കളി കളിച്ചതായിട്ട് ഞാൻ വായിച്ചത്. ഇനിയിപ്പം എന്റെ മേലെ ഇത് കേട്ടിട്ടാരും കുതിര കയറാനൊന്നും വരണ്ട. നമ്മളെ ഗുരുക്കന്മാരൊക്കെ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് എന്നുള്ളത്. നമ്മളുടെ കല ആയിരുന്നില്ല അത് എന്നും പറയുന്നവരുണ്ട്. സ്ഥാനാരോഹണത്തിന്റെ സമയത്ത് ഇങ്ങനെ ഒരു കോൽക്കളി അവരായിരുന്നു കളിച്ചിരുന്നത് പറയുന്നു. ഞാൻ ആദ്യം കണ്ട കോൽക്കളി നമ്മളെ ആൾക്കാർ കളിച്ചതല്ല. പിന്നെ അതിനെ കുറിച്ച് നമ്മളെ തിരുവരങ്ങാടി ഒരു പ്രൊഫസർ ഉണ്ടായിരുന്നു, മുഹമ്മദ്. അദ്ദേഹം പറഞ്ഞതും ഈ മരക്കാൻ പറഞ്ഞ പൈതൽ മരക്കാൻ മുസ്ലിം ആയിരുന്നില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ ഇത് കണ്ടിട്ട് ഇനിയിപ്പോ ഒരു വിവാദം ഉണ്ടാവുകയാണെങ്കിൽ സത്യം പുറത്തു വരികയാണെങ്കിൽ നമ്മളതിന്റെ ആള് ആയിട്ടൊന്നും പറയല്ല, നമ്മൾ ആധികാരികമായിട്ട് പറയല്ല, അങ്ങനെ കേട്ടു. ഇപ്പം ബാപ്പു അങ്ങനെ പറഞ്ഞു ഒരു ഹദീസ് ഇറങ്ങണ്ട. എന്തായാലും കാണുന്ന പ്രേക്ഷകർക്ക് എന്തായാലും ഒരു ചോദ്യം ഉണ്ടാവും, സ്വാഭാവികമായിട്ട് വരുന്നതാണ്. പിന്നെ ഇപ്പം നമ്മളാണ് ആ കല കൊണ്ട് നടക്കുന്നത്. അങ്ങനെയാണ്. അപ്പൊ അതിനെ കുറിച്ച് പഠിച്ചു. അതെ, അതിനെ കുറിച്ച് വട്ടപ്പാട്ടുകള്, അങ്ങനെ കുറെ നമ്മുടെ ഈ മാപ്പിളപ്പാട്ടുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന നിഖില മേഖലകളിലേക്കും ഇറങ്ങി തിരിഞ്ഞ് നമ്മളൊരു പഠനം നടത്തി. അതുപോലെ തന്നെ അതിന്റെ ഇശലുകളുമായി ബന്ധപ്പെട്ട് ഉള്ള ചെറിയ പഠനങ്ങള്, അങ്ങനെയുള്ള ഓരോ ശേഖരണങ്ങളും. ഇശലുകള് ഇപ്പൊ ഞാനിപ്പോ കുറെ പുസ്തകങ്ങൾ വായിച്ചതിൽ ഇശലുകളെ കുറിച്ച് എനിക്ക് മനസ്സിലായി, അവര് എഴുതി വെച്ചത് എനിക്ക് മനസ്സിലായതല്ല, അവരെഴുതി വെച്ചത് പണ്ടത്തെ ഗ്രാമീണ പാട്ടുകളുടെ ഇശലുകളാണ് നമ്മൾ ഉപയോഗിച്ചു വരുന്നത്. അതെനിക്ക് സംശയം തോന്നാൻ ഒരു കാരണം കൂടെ ഉണ്ട്. ഇപ്പൊ സുജായി മൊയ്തു മുസ്ലിയാരുടെ പിന്നെ ഇതിൽ കുമ്മിയടി എന്നൊരു സഫലമാല ഇല്ലേ, കുമ്മിയടി എന്നൊരു ഇശലുണ്ട്. ഇപ്പൊ നമ്മളെ തന്നെ വൈദ്യരുടെ പാട്ടില് ഉടനെ ജുമയിലത്ത് കേട്ടാൽ നമ്മളുടെ പഴയ നാട്ടിപ്പാട്ടിന്റെ ട്യൂണാണത്. ആറ്റുമണം മേലെ ഉണ്ണിയാർച്ചയും പാടാ ട്യൂണില് അല്ലേ, ഉടനെ ജുമയിലത്തിന്റെ പടക്കം പാട്ടിന് എടുത്തിട്ടുണ്ട്. ഈ പുതിയതായിട്ട് നമ്മൾ ഒന്നും സൃഷ്ടിച്ചിട്ടില്ല എന്നാ എനിക്ക് തോന്നുന്നത്. പഴയതായിട്ട് ജന്യമായിട്ടുള്ള ജന്യശലികള് പല പുതിയ രചയിതാക്കളൊക്കെ അത് അല്ല, പഴയ ആളുകളെ കുറിച്ച് പറയുമ്പോ പിന്നെ ഇപ്പൊ ഉദാഹരണം നമ്മള് ചാക്കീരി ബദർ എടുക്കുക. ചാക്കീരി ബദറിലെ പിന്നെ പേരുകളൊക്കെ മാറ്റി എഴുതിയിട്ടുണ്ട്. അന്ന് കേട്ടിരുന്ന മലയാളം അത് മലയാളീകരിച്ചതാണ്. അതിൽ വന്ന ഇശലുകളൊക്കെ മുമ്പുണ്ടായിരുന്ന ഇശലുകളാണെന്ന് ഞാൻ പല ക്ലാസ്സുകളിലും അതിൽ തന്നെ തുടങ്ങുന്ന ഒരു ഇശലില്ലേ, അതാണ് നമ്മളുടെ ബാബുരാജു എന്റെ അഭിപ്രായത്തിൽ ഒരു കൊടുക്ക പൊന്നാലുള്ളൊരു ആയിരം. അത് ബാബുരാജ് കറ്റുന്നൊന്നും പറയല്ല, അതിന്റെ ഒരു രൂപം വന്ന വഴി എന്ന് പറയുന്നത് അറബിയിലെ വൃത്തം ഇപ്പൊ പറയാറുണ്ട്. പാട്ടില് എനിക്ക് തോന്നുന്നത് നീ ഗവേഷണം നടത്തിയുകൊണ്ട് ഞാൻ അങ്ങോട്ട് ചർച്ച കൊണ്ടുപോകുന്നത് ജനങ്ങൾക്ക് പഠിക്കാനുണ്ടാവും. നീ ഗവേഷണം നടത്തി വെറും ഗവേഷണമല്ല, പിന്നെ കേന്ദ്ര സർക്കാരിന്റെ ഫെലോഷിപ്പ് വാങ്ങിയ ഒരാളാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നു, ചോദിച്ചറിയാം, എനിക്കും കൂടി അറിയാൻ വേണ്ടിയാണ് ചോദിക്കുന്നത്. ഇപ്പോൾ പണ്ട് കേട്ട പാട്ടുകൾ ആണ് പഴയ രചയിതാക്കൾ എഴുതിയതെന്നാണ് പഴയ ആളുകൾ എഴുതി വെച്ചത്. എല്ലാ പണ്ട് കേട്ടുപോയ പാട്ടുകൾ, പണ്ട് ആളുകൾ അന്ന് ഇവിടെ ജീവിച്ചിരുന്ന മാപ്പിളമാരല്ലാത്തവർ പാടിയ പാട്ടുകളുടെ ഈശലുകളാണ് മാപ്പിളപ്പാട്ടെന്ന് നീ പഠിച്ചതിൽ കണ്ടിട്ടുണ്ടോ?
അതായത് നമ്മൾ കുറെ ഇപ്പോ നമ്മളിപ്പോ നമ്മുടെ ഒരു ചരിത്ര പശ്ചാത്തലം ഇപ്പൊ മുഹീദ്ദീൻ മാല എടുത്തു വരിക. ആ മുഹീദ്ദീൻ മാലയുടെ ഇശൽ എന്ന് പറയുന്നത് യമൻ കെട്ട്. ആ യമൻ കെട്ടിൽ ഇപ്പൊ അല്ലാ തീരു പേരും ഇപ്പൊ ബാപ്പുക്ക തന്നെ എഴുതിയ എത്തിമിന്നത്താണ്, അതുപോലെ തന്നെ പടപ്പ് പടപ്പോട്, ഇതിന്റെയൊക്കെ ഇശല് നമ്മൾ അളന്നു വെച്ച് നോക്കുമ്പോ അത് കറക്റ്റാണ്, യമൻ കെട്ടാണ്. അതുപോലെ തന്നെ അറബി വൃത്തങ്ങൾ ഇപ്പൊ നമ്മളെ ബിസ്മിയും ഹംദും സ്വലാത്തും ഇപ്പൊ സക്കും പടൈപ്പൂര് എന്ന് പറയുന്ന വരിശൈ മുഹീദ്ദീൻ പുലവരുടെ സക്കും പടൈപ്പൂര് അറബി മലയാളത്തിൽ തീർച്ചയായും അങ്ങനെ ഒരുപാട് പാട്ടുകൾ നമ്മളൊരു വന്നൊരു വഴി പറയുന്നുണ്ടല്ലോ. നമ്മളൊക്കെ പുതിയ പാട്ടുകളാണ്, കമ്പിയില്ല കാര്യമില്ല എന്നൊക്കെ പറയുന്നുണ്ടല്ലോ ആളുകള്. ഈ പാട്ടുകൾ എൻ്റെ OM-ന്റെ ഒക്കെ ചാൻസുകൾ ഒഴിവാക്കിയിട്ട് പഴയ പാട്ടുകൾ കൊണ്ടുവന്ന ആളുകളാണ് ഞങ്ങൾ. അതെ അതെ തീർച്ചയായും. അതെ അതെ പഴയ പാട്ടുകൾ 12 പാട്ടുകൾ റെക്കോർഡ് ചെയ്യാൻ ചാൻസ് കിട്ടുമ്പോൾ 6 പാട്ട് പഴയത് കൊണ്ടുവന്ന് റെക്കോർഡ് ചെയ്ത് വരാൻ ഞങ്ങള്. അതെ തീർച്ചയായും. അതെ ഈ സംഭാവന ആരാ ചെയ്ത്? ഉണ്ടെന്നും ബിസ്കാത്തൊക്കെ ഇപ്പൊ പാടുന്നുണ്ടല്ലോ. ബിസ്കാത്തിന്റെ ട്യൂണ് മാറ്റി ഉണ്ടെന്നും ബിസ്കാത്തും ഒക്കെ ഞങ്ങളാ പാടിച്ചത്. കുട്ടി മാസ്റ്റർ ഞാന് കരുവാരെ കൊണ്ടൊക്കെയാ പാടിച്ചത്. ഈ അവകാശപ്പെടുന്നവരൊന്നും അത് പാടിച്ചിട്ടില്ല. തീർച്ചയായും. പക്ഷെ ഇന്നിപ്പോ അങ്ങനെ അവകാശവാദം പറഞ്ഞ് ഉന്നയിച്ചു വരുന്ന ആളുകളാണ് ഉള്ളത് എന്ന് മാത്രം. പക്ഷെ നമ്മളെ ആ ഒരു വന്നൊരു വഴി. ഞാൻ ഇന്നാള് പിന്നെ വേങ്ങര ഒരു സ്കൂളില് ഒരു ഉദ്ഘാടനത്തിന് പോയി. ഒരു പിന്നെ LP സ്കൂളിന്റെ 100ാം വാർഷികത്തിൽ. അപ്പം ഞാൻ അവിടെ ചെന്നപ്പോൾ എന്തെങ്കിലും ഞാൻ വിചാരിച്ച കാര്യങ്ങളൊക്കെ എല്ലാവരും പ്രസംഗിച്ചു. ശരി. അന്നത്തെ കഞ്ഞി കൊടുത്തതും ഉപ്പുമാവ് കൊടുത്തതും ഒക്കെ എല്ലാവരും പ്രസംഗിച്ചു. അപ്പം ഞാൻ എന്തെങ്കിലും ഒന്ന് ഒരു പുതുമ കൊണ്ടുവരണ്ടേ? തീർച്ചയായും. ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ സ്റ്റേജിലുള്ള ആളുകളെ കുറിച്ച് ഒരു സ്വാഗതഗാനം അവിടുന്ന് എഴുതി. അതിൽ പിന്നെ ആള് വീഴുമല്ലോ, അവിടുന്ന് ഉണ്ടാക്കിയതാണെന്നൊക്കെ പറഞ്ഞ് അവർക്ക് മനസ്സിലായി ചെയ്ത്. അവർക്ക് അറിയില്ല സ്റ്റേജിൽ ആരാളുള്ളത്. ഞാൻ അവിടെ നിന്നൊരു പാട്ട്, നാളികേരത്തിന്റെ നാട്ടിലെനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട് എന്നുള്ള രീതിയിൽ പാട്ടുണ്ടാക്കി. അപ്പൊ ഞാൻ പാട്ടുകാരനല്ലെങ്കിലും ആ സദസ്സിൽ നമ്മളെ പാട്ട് കേൾക്കും. പാട്ടുകാരനുള്ള സദസ്സിൽ നമ്മളെ പാട്ട് കേൾക്കാതെ കൊള്ളും. അപ്പം ഞാൻ അവിടുന്ന് പാടിപ്പോൾ പ്രസംഗം കഴിഞ്ഞ് വരാൻ 3/4 മണിക്കൂർ ഞാൻ പ്രസംഗിച്ച് അതിലൊക്കെ ആൾ കയറി. ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഒരാൾ വന്നിട്ട്, ഞാൻ വൈദ്യർ അക്കാഡമിയിൽ നിന്ന് പാട്ടെഴുത്ത് പഠിക്കുന്ന ആളാണെന്നാണ്. സന്തോഷം എന്നാണ്. നിങ്ങളിപ്പോൾ പാടിയ പാട്ടിൽ കഴുത്തില്ല. അതെ, ചില ആളുകൾ പറയുക. ഞാൻ പറഞ്ഞു കഴുത്തില്ലാതെ എനിക്ക് പാടാൻ കഴിയൂലല്ലോ. അതെ അതെ അതെ, കഴുത്തില്ലാതെ എനിക്ക് പാടാൻ കഴിയില്ല. ഞാൻ പാടിയല്ലോ, കഴുത്തുണ്ടായിട്ടല്ലേ, കഴുത്തിന്റെ മുകളിലല്ലേ വായൊക്കെ തള്ളേ. ഈ ഇങ്ങനെ കുറെ ആളുകളുണ്ട്. അതെ അതെ, ഒരുപാട് ആളുകൾ. അത് ശരിക്കും അവര് തുടക്കക്കാരായതുകൊണ്ട് സംഭവിക്കുന്ന ഒരു കാര്യം. ഇതിലേക്ക് കാര്യമായി ഇറങ്ങി തിരിച്ചാണ് ഇത് ഈ പ്രസ്ഥാനത്തിന് തകർക്കുന്നു എനിക്കൊരു അഭിപ്രായമുണ്ട്. അതെ, ഒരുപാട് കുറെ ആളുകൾ ഉണ്ട്. ഇപ്പൊ നമ്മളിപ്പോ ചേറ്റുവായി പരീക്കുട്ടിയുടെ ഫുത്തൂഷാം എടുത്തു കഴിഞ്ഞാൽ അതിലൊന്നും ഇത് നിയമങ്ങൾ ആദ്യ കൃതി എന്ന് പറയുന്നത് 400 വർഷങ്ങൾക്ക് മുമ്പ് കണ്ടെടുത്ത മാപ്പിളപ്പാട്ടിന്റെ കൃതി. നീ ഇതിനെ കുറിച്ച് പഠിച്ചത് കൊണ്ടാണ് ഞാൻ ചർച്ച അങ്ങോട്ട് ജനങ്ങൾക്ക് ഒരു ഉപകാരപ്രദമാകട്ടെ. അപ്പൊ ആ 400 വർഷങ്ങൾക്ക് മുമ്പ് കണ്ടെത്തി എന്ന് പറയുന്ന മൊഹിയുദ്ദീൻ മാലയില് നീ പറഞ്ഞ ഒരു നിയമങ്ങളും ഇല്ല. നമുക്കത് കൃത്യമായിട്ട് ഇല്ല. അതെ അതെ അതെ, ഒരു 1-2 ഇശലൊക്കെ ചില നിയമങ്ങളുണ്ട്. ചില ഭാഗങ്ങൾ നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് നമുക്കത് കാണാൻ കഴിഞ്ഞോളന്നില്ല. പിന്നെ അത് കൃത്യമായിട്ട് പാലിച്ചെഴുതിയ ആളുകളും നമ്മള് ഉദാഹരണം ഇപ്പോൾ P.T. അബ്ദുറഹ്മാൻ മാപ്പിള കവി എന്ന് അറിയപ്പെടാൻ ആഗ്രഹിക്കാത്ത ഒരാളായിരുന്നു. P.T. അബ്ദുറഹ്മാന്റെ കവിതയിൽ ഈ പറഞ്ഞ നിയമങ്ങളൊന്നും ഇല്ല, പക്ഷെ എല്ലാ നിയമങ്ങളും ഉണ്ടാകും. അതിനേക്കാളൊക്കെ മാപ്പിള പദങ്ങൾ ഉപയോഗിച്ച് പാട്ട് എഴുതിയ ആളാണ് നമ്മളുടെ S.A. ജമീൽ. S.A. ജമീലിന്റെ ഈ സാധനങ്ങളില്ല, ഇവർ പറഞ്ഞുകൊണ്ടുവരുന്ന സാധനമൊന്നുമില്ല. പക്ഷെ പിന്നെ പ്രാസോ ഭംഗി ഭയങ്കരമായിട്ടുണ്ട്. കാല് കയ്യും കഴുത്ത് പാല് പോലെ നിറം വെളുത്ത്, ചേലും ചുറുക്കും നിറഞ്ഞ മേനി വെളുത്ത് കൊഴുകൊഴുത്ത്, മാറിൽ തോലും ഗുരുവും ഇല്ലാത്ത കായകൾ മൂത്ത് പഴുപഴുത്ത്. നിര്യാക്ഷരപ്രാസത്തിലാണ് പാട്ട് എഴുതിയത്. കെട്ടിപ്പോയി പെണ്ണും ഞാനും ഹലാക്കിലായി, പെരുകുടുക്കില് പെട്ട് എന്റെ മോശനമ്മായി, എനിക്കതിൽ പെരുത്ത് സങ്കടമുണ്ട്, കഥ ഇത് കേൾക്ക് ചങ്ങായി. അതെ അതെ, നമ്മൾ അതിൽ തന്നെ പിടിച്ചു നീണ്ട മാപ്പിളപ്പാട്ട് ഉണ്ടാവില്ല എന്ന് വിശ്വസിക്കുന്ന ആളാ ഞാൻ. അതെ അതെ തീർച്ചയായും. അതെ അതെ. അപ്പൊ ബാക്കി നിന്റെ കഥ. അപ്പോ നമ്മള് വന്ന ഒരു വഴി, ഇപ്പൊ ഇശലുകളെ കുറിച്ചാണല്ലോ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.
അപ്പൊ ഈ അറബിയിലെ ബഹറുകൾ 16 ബഹറുകൾ അതിലിപ്പോ പ്രധാനപ്പെട്ട് ഇപ്പോ നമ്മള് നഫീസത്ത് മാല എടുത്തു ബിസ്മിയും ഹംദും സ്വലാത്തും അൽസലാം ആ നഫീസത്ത് മാല ഞാൻ തുടങ്ങിയിടുന്നു. ഇപ്പൊ നമ്മള് അവസാനിക്കുന്നത്. അതെ, അതിലെ ഇശല് എന്ന് പറയുമ്പോ വൈദ്യര് ഇശല് വെച്ചിട്ടുള്ളത് ആദ്യ അന്തം ഇശലാണ്. സെക്കും പടയിപ്പൂരിൽ നിന്ന് ഉമർ ആലിം ലബ്ബ സെക്കും പടപ്പാട്ടാക്കി ഇത് അറബി മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത സമയത്ത് ചെമ്പക വിരുത്തോ ഇശല്, ആ ചെമ്പക വിരുത്തോ ഇശൽ എടുത്തിട്ടാണ് വീണ്ടും വൈദ്യർ എന്ത് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ ആനബോധസതുല്ലിലാഹരിഹംസചാടിയടുത്തുടൻ ആരടാശുജത്തുരത്തമേ ഹൗലിൽ നിന്ന് കുടിപ്പവൻ കായലരികത്ത് വല ആ ട്യൂണും ടി കെ ഹംസക്ക പറഞ്ഞത് അതിന് മുമ്പുള്ള ട്യൂണാണെന്ന്. അതെ അതെ. ഇപ്പൊ നമ്മളിപ്പോ പറയാം ശാരദാംബര ചാരു ചന്ദ്രിക ധാരയിൽ മുഴുകീടവേ എന്നൊക്കെ പാടുന്ന സമയത്ത് ഒരു സംഗീത സംവിധായകന്റെ കയ്യിൽ കിട്ടിയപ്പോ അതിന്റെ കോലം മാറി. ശാരദാംബരം അതാണല്ലോ പിന്നെ ശാരദാംബരം മറ്റേത് വന്നു. അതല്ലാതെ തന്നെ മറ്റേ ഇതിലുള്ള പിന്നെ നമ്മുടെ തുഞ്ചത്തെഴുത്തച്ഛന് എഴുതിയ പാട്ട് ആധ്യാത്മരാമായണത്തിൽ ഒരുപാട് അതെ അതെ രാമൻ കാട്ടിലേക്ക് പോകുന്ന സമയത്ത് എടുത്തിട്ടുണ്ട്. അതെ. അപ്പൊ ഇതേ വിഷയം തന്നെ പണ്ട് കാലത്തുള്ള ആളുകൾ ഏറ്റവും കൂടുതൽ ഞാൻ മനസ്സിലാക്കി, ഞാൻ ഒരു പഠിച്ച ഒരു വിഷയം, ഇപ്പൊ നമ്മളിപ്പോ ഉമ്മമാര് കുട്ടികളെ തൊട്ടിലിട്ട് ഉറക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ല, ഇപ്പൊ അതുപോലെ തന്നെ വി എം കുട്ടി മാഷ് എഴുതിയ ജാതി നോക്കി തീ വെച്ചേരിച്ചതാണ് മൺകുടിൽ ജാതി ഏതാണെന്നറിയാതെ തെരുവിൽ വീണു ഞാൻ. അതുപോലെ തന്നെ പി ടി അദ്രൈമഖാനെ നേരത്തെ പറഞ്ഞ സമയത്ത് അദ്ദേഹം എഴുതിയപ്പോ കോട്ട വീട്ടിലൊരു മോതിരം കളവ് പോയ സമയത്ത് ഇത് കോട്ട വീട്ടിലെ ഫൗസി മോളുടെ മോതിരം കളവ് പോയി കട്ടവൾ ഞാനായിരിക്കും എന്നുടൻ സംസാരമായി വേലക്കാരി പെണ്ണിനുണ്ടോ ചോദിക്കാനായി ആളുകൾ മുക്ക സാഹചര്യത്തെ പാടിയാണ്. അതൊക്കെ ആ പാട്ടുകളൊക്കെ കേൾക്കുന്ന സമയത്ത് നമ്മൾ തന്നെ തരിത്തിരുന്നു പോകും. അപ്പൊ അത്രയും ഇപ്പൊ വരുന്നില്ല എന്നുള്ളതാണ്. അത് ഇപ്പൊ ജനങ്ങൾക്ക് അത് പഴയ, അതുകൊണ്ടാണ് ഞാൻ ഈ താഷ്ക് എന്ന് പറയുന്ന സാധനം തുടക്കത്തില് ഇട്ട് വെച്ച് തന്നെ ഈ ആദ്യ അന്തം വിശൽ എടുത്തുകൊണ്ടാണ്. അതിലിപ്പോ ഒത്തുപള്ളിയിൽ അത് ഇട്ടുണ്ട്, പൂച്ചെടി പൂവിന്റെ മുട്ട് പറിച്ചു. അത് ബാബുരാജ് കുറച്ച് മാറ്റം ഇങ്ങനെയുള്ള ബാബുരാജ് മാറ്റം വരുത്താതെ എടുത്തിട്ടുണ്ട്. അതെ, ഒരുപാട് മാറ്റിയില്ല. അതെ അതെ, ആകാശഭൂമി. അതെ അതെ. അപ്പൊ അങ്ങനെ ഒരുപാട് പാട്ടുകൾ പിന്നെ നമ്മളെ കെ രാഘവൻ മാസ്റ്റർ മാറ്റം വരുത്തിയിട്ടില്ല. കെ രാഘവൻ മാസ്റ്റർ പിന്നെ കായലരികത്തെടുത്തു. പിന്നെ അതിനേക്കാൾ ഉപരിയായിട്ട് പകലവൻ ഇന്ന് മറയുമ്പം അതിന് പുകച്ച മൂറിക്കുള്ളിൽ പരിമതി ബിംബമൂതിത്ത പോൽ പുതുമണവാട്ടി ഏഴാം ബഹറിനകത്തൊരു ഹൂറിയാകും മണിമറി മാൻകുട്ടി. ഒറിജിനൽ എടുത്തു. പിന്നെ ഇതിലിപ്പം നമ്മൾ പറയുന്ന ഈ കാര്യങ്ങൾ മുഴുവൻ നമ്മളത് നാണെന്ന് അവകാശപ്പെടുന്നതിൽ അർത്ഥമൊന്നുമില്ല ഒരിക്കലും. പിന്നെ കഴുത്ത് അതിൽ തിരഞ്ഞെടുക്കുന്നതിലും അഭിപ്രായമൊന്നുമില്ല എനിക്ക്. അപ്പോൾ നമ്മളൊരു മലബാറിലെ മാപ്പിള എഴുതുന്നതിനേക്കാൾ ഭംഗിയായിട്ട് കായലരികത്ത് പി ഭാസ്കർ മാഷ് എഴുതിയിട്ടുണ്ട്. നമ്മൾ അതിനാണ് ബഹുമാനിക്കേണ്ടത് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അല്ലേ? ഞാനിപ്പോൾ ഇന്നാളെ ഒരു പ്രസംഗത്ത് പറഞ്ഞു, കമ്പികൾ ഇതിൽ തിരഞ്ഞെടുക്കേണ്ട, കമ്പി അതിലുണ്ട് പറഞ്ഞു. അപ്പൊ എന്നോട് കമ്പി അതിലുണ്ടോ എന്ന് ജനങ്ങൾ വിളിച്ചു വെച്ച്. ഞാൻ പറഞ്ഞു പിന്നെ ഈ അതിൽ ഇതുണ്ടല്ലോ, വമ്പഴും നിന്റെ പുരിക കൊടിയുടെ അമ്പ് കൊണ്ട് ഞരമ്പുകൾ കമ്പൊടിഞ്ഞൊരു ശീലക്കുടയുടെ കമ്പി പോലെ വലിഞ്ഞു. ഇവിടെ ഭയങ്കര ദേഷ്യം പിടിച്ചിട്ട് ചില ആളുകൾക്കൊക്കെ. പക്ഷെ ഞാൻ പറഞ്ഞാൽ കമ്പി ഉണ്ട്. നമ്മൾ അങ്ങനെ പിന്നെ വാശിപ്പിടുത്തം പറ്റൂല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എല്ലതും വേണം. പക്ഷേ മലയാളത്തിൽ പാട്ടുകൾ എഴുതിയ എല്ലാ നിയമങ്ങളും പാലിച്ച് പാട്ടുകൾ എഴുതിയ മലയാള കവികൾ ധാരാളം ഉണ്ട്. നമ്മളെന്തിനാ വരെ പിന്നെ നീ കണ്ടെത്തിയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നതായി. നമ്മുടെ KT മുഹമ്മദ് തിരുരങ്ങാടി എല്ലാ നിയമങ്ങളും പാട്ട് പാലിച്ച് എഴുതിയ ആളാ. SM കോയക്ക എല്ലാ നിയമങ്ങളും പാലിച്ച് എഴുതിയ ആളാ. പക്ഷെ ഈ നിയമങ്ങളൊന്നും പാലിക്കാതെ പാട്ട് പാടിയവർ ഈ മാപ്പിളപ്പാട്ടുകാരായിട്ട് അംഗീകരിക്കുന്നുണ്ട്, ഇല്ലേ? അതെ അതെ. അപ്പോൾ ബാക്കി പറയുന്നതിന്റെ കഥ. അപ്പോൾ
ഇവിടെ വേറെ കുറെ വേറെ പോയത് വിഷയങ്ങൾ എന്തിനാന്ന് പറയുമ്പോ പിന്നെ അങ്ങനെ അല്ലല്ല വേറെ പോയത് എന്തിനാന്ന് ചോദിച്ചാൽ കുറെയൊക്കെ ആളുകൾക്ക് എന്തെങ്കിലും ഒരു കാര്യം കിട്ടട്ടെ. അതിപ്പോ നമ്മൾ അവിടെ പോയിട്ട് കുറെ സംഗീതം അങ്ങനെയെങ്കിലും പഠനം നടത്തട്ടെ എന്നുള്ള അത് കാരണം അതാ. അപ്പോൾ ഞാനിപ്പോൾ ഈ അടുത്ത് ഈ കാലിഫോർണിയയിൽ ഒരാള് എൻ്റെ അടുത്ത് ഈ മാപ്പിളപ്പാട്ടിൽ ചില വിഷയങ്ങളൊക്കെ ആയിട്ട് വന്നപ്പോൾ ബാപ്പുഖാൻ്റെ അടുത്തും വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു അദ്ദേഹം. അപ്പോൾ ഇങ്ങനെ വന്ന സമയത്ത് ചോദിച്ച സമയത്ത് കാരണം ഇവിടെയുള്ള ആളുകൾക്ക് ഒന്നും ഇപ്പൊ ഇതിനെ വേണ്ട എന്നുള്ള രീതിയിലേക്ക് ഇപ്പോൾ നമ്മുടെ പാട്ടുകളുടെ ഒക്കെ ഗതി മാറി തുടങ്ങി. അപ്പോൾ പണ്ടത്തെ ഇപ്പോൾ ബാപ്പുക്ക് എഴുതിയ സമയത്തുള്ള ആ സമയത്തുള്ള ചില പാട്ടുകൾ ആ സമയത്താണല്ലോ പാട്ടുകളുടെ ഒരു സുവർണ കാലഘട്ടം എന്ന് പറയാൻ. ഇപ്പോൾ ബാപ്പുഖാൻ്റെ ആ ഒരു സമയത്ത് ഇപ്പോൾ OM മാഷ്, ബാപ്പുക്ക, അതുപോലെ തന്നെ കാനേഷ് മാഷ്, ഇങ്ങനെ ഒരുപാട് ആളുകളുടെ ഒരുപാട് നല്ല നല്ല മാപ്പിളപ്പാട്ടുകൾ. ഈ പാട്ടുകളെ ഒന്നും ഇപ്പോഴത്തെ ഒരു പുതിയ തലമുറകൾക്ക് ഇപ്പൊ കൃത്യമായിട്ട് വേണ്ട എന്നുള്ളത്. പക്ഷെ അത് പറഞ്ഞുതരാം. ഇപ്പൊ ഞാൻ പല സ്കൂളുകളിലും ഇങ്ങനെ പോകുന്നുണ്ടല്ലോ. അതെ അതെ. സ്കൂളുകളിൽ പോകുമ്പോ എന്നെ നിങ്ങൾ അറിയില്ല, ഞാൻ പറയുന്ന അതെ അതെ. ചില പാട്ടുകൾ ഞാൻ എഴുതിയ 5,000-6,000 പാട്ടുണ്ട്. അതിൽ ചില പാട്ടുകളൊക്കെ ഞാൻ വെറുതെ ഒന്ന് മൂളാം. നിങ്ങൾ എന്നെ അറിയുമെങ്കിൽ കൈയടിക്കണം. പാട്ട് കേട്ടിട്ടുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ എന്ന് പറഞ്ഞാൽ ഞാൻ തുടങ്ങാറ്. പക്ഷെ എല്ലാവരും അറിയും. അതെ അതെ. ഈ പാട്ട് എല്ലാവരും കേൾക്കും, പാട്ടുകളെല്ലാവരും ഈ തലമുറ അതൊക്കെ കേൾക്കുന്നുണ്ട്. പക്ഷെ ഈ തലമുറക്ക് അറിയില്ല നമ്മൾ ആണോ ഇത്. അതെ അതെ, അതാണ്. അങ്ങനെ അതിനൊരു മാറ്റം വരണം എന്നുള്ളതാണ് ഇപ്പൊ നമ്മൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും അറിയണം, കൂടി അറിയണം, ഏറ്റെടുക്കണം. പക്ഷെ അറിയാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ സൗകര്യമുള്ള ഈ കാലഘട്ടത്തിൽ അറിയാതെ പോണത് അതാണ് യാഥാർത്ഥ്യം. എല്ലാവർക്കും ഇപ്പൊ ഒരു ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് ഇപ്പൊ നമ്മൾക്ക് അറിയാം, നമ്മളെ കയ്യിലുള്ള എല്ലാ സംഗതിയിലും നമ്മുടെ ഈ പെട്ടിയിലുണ്ട്, ഫോണിലുണ്ട്, അല്ലേ? അതെ, തീർച്ചയായും. പക്ഷെ അത് അറിയാൻ ശ്രമിക്കുന്നില്ല. അതെ അതെ. അപ്പൊ അതില് കുട്ടികളൊന്ന് ആകൃഷ്ടരായി കടന്നു വരണം എന്നുള്ളതാണ് ഇപ്പൊ നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇപ്പൊ നമ്മളിപ്പോ പല വേദികളിൽ ചില ഈ ക്ലാസ് എടുക്കാൻ സമയത്തൊക്കെ പോകുന്ന സമയത്ത് കുട്ടികൾക്ക് ഇപ്പൊ ഇങ്ങനെ പാട്ടുകളൊക്കെ പാടി കൊടുക്കുന്ന സമയത്ത് പിന്നെ ഇതൊരു സമർപ്പണ ബുദ്ധിയോടുകൂടി കാണുന്നതിൽ മുമ്പിൽ ആളുകൾ ഉണ്ടോ ഇല്ലേ? ഈ ഒരു പുതിയ രംഗത്തുള്ളതിനെ കൊണ്ട് ചോദിക്കുകയാണ്. സമർപ്പണ ബുദ്ധിയോട് കൂടിയിട്ട് പാട്ടെഴുത്തിനെ അല്ലെങ്കിൽ പാട്ട് പാടുന്നതിനെ ആ ബുദ്ധിയോടുകൂടി ഇതിലൊരു ആളാവണം, അല്ലെങ്കിൽ ഞാനൊരു ലെജൻഡ് ആവണം എന്ന് പറഞ്ഞ് കടന്നു വരുന്ന ആളുകൾ ആരും ഉണ്ടോ? ഉണ്ട് എന്നാ ഇല്ല, രണ്ടു ഉത്തരവും പറയേണ്ടി വരും. കറക്റ്റ് അല്ലേ? അത് ഞാൻ മനസ്സിലാക്കി. ഞാൻ പറഞ്ഞുതരാം. ഞാനൊരു പാട്ട് എഴുത്തുകാരനാവണമെന്ന് ആഗ്രഹിച്ച് നടന്ന കാലത്ത് ബി എൻ കുട്ടി മാസ്റ്റർ വീട്ടിലാണ് ഞാൻ എത്തിപ്പെട്ടത്. ബി എൻ കുട്ടി മാസ്റ്റർ എന്ത് എഴുതി കൊടുത്താലും അത് കീറിക്കളയും. ശരി. ലക്ഷണം മൊത്തം മാപ്പിളപ്പാട്ടായിട്ടില്ല എന്ന് പറയും. എത്ര പാട്ടുകൾ അവസാനം ഈ കോഴിക്കോട് ഒരു ലോഡ്ജിൽ വെച്ചിനോട് പിന്നെ റേഡിയോ സ്റ്റേഷനിൽ അന്ന് ഭക്തിഗാനം വരിക. 8:35 ഒരു ഭക്തിഗാനം വരും കാലത്ത്, ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ച. ഈ ഭക്തിഗാനം എഴുതാൻ വേണ്ടി എന്നെ വിളിച്ചിട്ട് എനിക്ക് റൂമൊക്കെ എടുത്തെന്ന് ഞാൻ എഴുതി. രാത്രി ഇദ്ദേഹം ചാവക്കാടുന്നോ മറ്റോ പരിപാടി കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ പാട്ട് കൊടുത്തു. അദ്ദേഹം എൻ്റെ എന്ത് എന്താ ചെയ്തെന്ന് ഇത് കീറിക്കളഞ്ഞ് മാത്രമല്ല എന്നെ റൂമിൽ നിന്ന് പുറത്താക്കി. എന്നെ റൂമിൽ നിന്ന് പുറത്താക്കി. നിന്നോട് പറഞ്ഞു, നീ പേന എടുക്കാൻ കൊള്ളൂല, നീ പേന എടുക്കാൻ കൊള്ളുന്നവനല്ല, നീ പുറത്തു പോകണമെന്ന്. രാത്രി 2 മണിക്കാണെന്നും കൂടി ആലോചിക്കണം. എൻ്റെ കയ്യിൽ ഒരു പൈസ ഇല്ലാന്നും കൂടി നീ ആലോചിക്കണം. ഈ 2 മണിക്ക് ഇന്നത്തെ തലമുറ ഇതിനെ പുറത്താക്കിയാൽ എന്തായിരിക്കും? പിന്നെ പറയണ്ട, എന്തായിരിക്കും? സോഷ്യൽ മീഡിയ എടുത്തു നോക്കിയാൽ മതി, അല്ലേ? ഓ, തീർച്ചയായും. ജീവിതത്തിൽ നമ്മൾക്കാർക്കും എത്തിപ്പെടാൻ പറ്റാത്ത ഒരു സ്ഥലത്ത് നീ എത്തിപ്പെട്ടിട്ടുണ്ട്. നീ പഠിച്ചതുപോലെ പഠിക്കാൻ ഇതൊരു സബര്യമായി എടുത്തിട്ട് പഠിച്ചിട്ട് രംഗത്ത് വരാൻ ഇന്നത്തെ തലമുറ തയ്യാറാവുന്നുണ്ടോ എന്നാണ് എനിക്കറിയേണ്ടത്. അതാണ് ഞങ്ങളുടെയും ചോദ്യം എന്ന് പറഞ്ഞില്ലേ. ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നതും അത് തന്നെയാണ്. ഇപ്പോൾ കുറേ പഠനം, ഇപ്പോൾ അറബിക് ആൻഡ് ഇസ്ലാമിക് ഹിസ്റ്ററി എന്നൊക്കെ പറഞ്ഞ് കോളേജ് തലങ്ങളിലൊക്കെ പഠിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ നമ്മൾ ആ കോളേജ് തലങ്ങളിൽ ക്ലാസ് എടുക്കാൻ പോകുന്ന സമയത്താണ് ഇവർ ഇതിനോട് വല്ലാതെ ആകാംക്ഷ വെക്കുന്ന ആളുകളും ഉണ്ട്. പഠനം എന്നാൽ ചില ആളുകൾ തലമാന്തിയും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന ആളുകളുണ്ട്, താല്പര്യം പ്രകടിപ്പിക്കുന്ന ആളുകളുണ്ട്. ഇതൊക്കെ ഇപ്പൊ നമുക്ക് വേണോ എന്നുള്ള മുഖഭാവത്തോടു കൂടി ഇരിക്കുന്ന ആളുകളുണ്ട്. ഇല്ലേ? അതെ, തീർച്ചയായും കാണുന്നത് അങ്ങനെയാണ്. അതെ അതെ. ഇപ്പൊ ഞാൻ നേരത്തെ ഒരു കഥ പറഞ്ഞല്ലോ, ആ കഥ അതാണ് ഞാൻ ചോദിക്കുന്നത്. ആ കഥ പൂർത്തിയായില്ല. ബി എം കുട്ടി മാഷ് ഇപ്പൊ ബാപ്പുഖാനോട് അങ്ങനെ ഒരു സംസാരം പറഞ്ഞു, പിന്നെ അതെന്തായി എന്നുള്ളതാണ്. ഞാൻ രാത്രി 2 മണിക്ക് റൂമിൽ നിന്ന് എൻ്റെ ഞാൻ അഴിച്ചിട്ട ഷർട്ടും എൻ്റെ ഡയറിയും, എൻ്റെ കയ്യിലൊരു ഡയറി ഉണ്ടായില്ല, അതും പേനയും ഒക്കെ എടുത്ത് പുറത്തിട്ട് അദ്ദേഹം വാതിലടച്ചു കളഞ്ഞു. വാതിലടച്ചു കളഞ്ഞപ്പോൾ ഞാനിതൊന്നും പുറത്ത് കാണിക്കാതെ പുറത്തു പോയി.
പുറത്തേക്ക് ഇറങ്ങിയിട്ട് കൗണ്ടറിൽ ചെന്നിട്ട് ഞാൻ പറഞ്ഞു എന്താ അപ്പോൾ ഒരു ചോദിച്ചു 2 മണിയായാലും ഉറങ്ങിയില്ലേന്ന് ചോദിച്ചു. കൗണ്ടറിൽ പിന്നെ നേരം വെളുക്കോളും ഡ്യൂട്ടി ഉണ്ടാവും. പിന്നെ ഞാൻ പറഞ്ഞു ഉറക്ക് വരുന്നില്ല, ചൂടുണ്ടാകും, ഇതേമാതിരി നല്ലൊരു ചൂട് കാലത്താണ്. ഞാൻ പറഞ്ഞു ഒരു ബെഡ് കിട്ടുകയാണെങ്കിൽ പുറത്ത് ഇരുന്ന് കിടന്ന് നോക്കിയിട്ട് പുറത്ത് കിടക്കിയെന്ന് ചോദിച്ചു. ഒതുങ്ങി നോക്കടി. ഞാൻ പറഞ്ഞില്ല. അപ്പം ഈ വരാന്തയിൽ മുഴുവൻ ലൈറ്റ് ഉണ്ട്. പിന്നെ ലോഡ്ജിൻ്റെ വരാന്തയിൽ ആ ലൈറ്റ് ഉള്ളിടത്തൊരു ഇത് കൊണ്ടുപോയിട്ട് ഒരു ബെഡ് കൊണ്ടുപോയിട്ട് ഞാൻ അവിടെ ഇരുന്നിട്ട് 3 പാട്ട് ഞാൻ എഴുതി. ബാങ്ക് കൊടുക്കുന്ന സമയത്ത് ഇയാൾ പുറത്തിറങ്ങിയിട്ട് ഇങ്ങനെ പരതുന്നുണ്ട്. ആരെ? എന്നെ ആയിരിക്കും തോന്നി. അപ്പം ഞാൻ അവിടെ ഇരുന്ന് ഞാൻ എഴുതുന്നത് ഇങ്ങനെ കണ്ടു. എഴുതിയോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എഴുതിയെന്ന്. നോക്കട്ടെ എന്നാണ്. നോക്കി അവിടെ തന്നെ ഞാൻ എണീറ്റ് നിന്ന് സാധനം കൈ കൊടുത്തപ്പോൾ രക്തം കൊണ്ട് ഇസ്ലാമിൽ ചിത്രം രചിച്ചുള്ള ധീരർ ശുഹദാക്കളെ രണഭൂവിൽ പടവെട്ടി വിജയം വരിച്ചുള്ള സുഹാബുൽ ബദരീങ്ങളെ, അത് രക്തം കൊണ്ടാണ് ഞാൻ എഴുതിയ പാട്ട്. അങ്ങനെ ഇന്ന് പറഞ്ഞാൽ അതൊരു വാശിയായിട്ട് തിരഞ്ഞെടുത്തിട്ട് എന്നെപ്പോലെ നിൽക്കണമെന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ ഒരാളോട് ഭക്ഷണം എന്ന് ഒരു കവിതയിൽ ഉപയോഗിച്ച ഒരാൾ, ഞാൻ പറഞ്ഞു ഭക്ഷണം ഒരു കവി ഭാഷയല്ല എന്ന് ഞാൻ കാലക്കേടിന് പറഞ്ഞുപോയി. കാലക്കേട് ഇന്നിപ്പോൾ എഴുത്തിൻ്റെ മികച്ചു നിൽക്കുന്ന ഒരു എഴുത്തുകാരനോടാൻ പറഞ്ഞു ഭക്ഷണം ഒരു കവി ഭാഷയാണോ? അല്ലല്ലോ. അതിന് വേണ്ട ഉജീനോ അതുപോലെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ചാലൊന്നും കൂടി ഒരു ഭംഗി ഉണ്ടാവില്ല. ഭക്ഷണം കഴിച്ചോന്ന് ചോദിച്ചാൽ കവിതയല്ലല്ലോ നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷയല്ലേ. അത് പറഞ്ഞു പോയിട്ട് എനിക്ക് കേൾക്കാനൊന്നും ബാക്കി ഉണ്ടായില്ല. അപ്പൊ നീ ക്ലാസ് എടുക്കാൻ പോയിട്ട് അനുഭവം പറയൂ. അപ്പോൾ ഞാൻ പോയ സമയത്ത് ചില കുട്ടികളോട് നല്ല റെസ്പോൺസ് ഉണ്ട്, ചില ആളുകൾ പക്ഷെ മനസ്സിലായ ഒരു കാര്യം, ഇതൊരു പാഠഭാഗമായി അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ താല്പര്യപ്പെട്ട് വരുന്ന ഒരുപാട് ആളുകൾ ആ കൂട്ടത്തിലും ഉണ്ട്. അപ്പോൾ അങ്ങനെ ചില ആളുകളൊക്കെ എന്നെ, ഞാൻ ഇവിടുന്ന് ഇറങ്ങി കഴിഞ്ഞാൽ സ്പോട്ടിൽ ഫോൺ വിളിക്കും, റഷീദ് സാറല്ല അതെ, അപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ചൊന്ന് അറിയാൻ താല്പര്യമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു തീർച്ചയായും നമ്മൾ പറഞ്ഞു തരാനും ബാധ്യസ്ഥനാണ്. കാരണം നമ്മളിതിങ്ങനെ മടക്കി പിടിക്കേണ്ട ആവശ്യമില്ല, തുറന്നു കൊടുക്കുമ്പോഴാണ് നമുക്കും അറിവ് കിട്ടണം. അതെ. അപ്പൊ ഇത് നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമുക്കറിയുന്ന രീതിയിൽ അവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോഴാണ് നമ്മൾ എന്ന് പറയുന്ന കലാകാരനും അവിടെ യാഥാർത്ഥ്യമുള്ള കലാകാരനായി തീരുള്ളൂ. അപ്പൊ നമ്മൾ അവരോട് പറഞ്ഞ സമയത്ത് അവര് ഓക്കെ ഞങ്ങളും തയ്യാറാണ്. ഇപ്പൊ ഞാനിപ്പോ അതിനെക്കുറിച്ച് അങ്ങനെ ആ ഒരു തലത്തിലേക്കും കൂടി കുട്ടികൾക്കും കൂടി പ്രയോജനപ്പെടുന്ന രീതിയിൽ ഇതിന്റെ എല്ലാ ശാസ്ത്രീയമായ വശങ്ങളായാലും ശരി അതിനെക്കുറിച്ച് പഠനം നടത്താൻ താല്പര്യപ്പെടുന്ന പിന്നെ ഒരു ക്ലാസ്സിന് പോകുമ്പോൾ എന്ന് പറയുന്നത്, ക്ലാസ്സിന് പോകുമ്പോൾ കേട്ടിരിക്കാൻ ആളുകൾ കൂടുതൽ താല്പര്യപ്പെടണമെങ്കിൽ ഞാനൊരു ചെറിയ വെളു പറഞ്ഞു ഇടക്കിടക്ക് ഒരു പാട്ട് വരും. അതെ തീർച്ചയായും. അല്ലാതെ ഈ പ്രസംഗം പാടുക പറയുക അതെ ഇപ്പോഴും അവലംബിച്ചുകൊണ്ടിരിക്കുന്നത്. അത് വേണം. പാടുകലും പറയലും ആകുമ്പോ പിന്നെ അബ്ബാസ് പാലേരി നമ്മുടെ ഫൈസൽ മാഷ് ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ. പണ്ട് ഞാനും ഏതാണ്ട് ഇപ്പൊ അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. പിന്നെ ഞാൻ വാപ്പുക്കാരന്റെ ചില വീഡിയോകൾ എടുത്ത് നോക്കാറുണ്ട്. സാഹിത്യോത്സവ വേദികളിലൊക്കെ പോയി കഴിഞ്ഞ് പ്രസംഗിക്കുന്ന സമയത്തൊക്കെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അപ്പോഴാണ് ആളുകൾക്കും അത് ക്യാച്ച് ചെയ്യാനും അതിനോട് ഒന്നും കൂടി ഇരിക്കാനും താല്പര്യപ്പെടുക. അപ്പോഴാണ് ആ ഒരു പാട്ട് വന്നു കഴിഞ്ഞാൽ ആ പാട്ടിന്റെ ഒരു ചെറിയൊരു ചരിത്രം കൂടി പറയുമ്പോൾ അത്രയും കൂടി ആളുകൾക്ക് ഉൾക്കൊള്ളാൻ കഴിയും. അപ്പൊ കുട്ടികളെ സംബന്ധിച്ച് അവർക്കും അങ്ങനെ തന്നെയാണ്. ഞാനിപ്പോ ഈ അടുത്തിപ്പോ നമ്മള് പണ്ട് കാലത്ത് ഇപ്പൊ നോമ്പ് തുറയെ സംബന്ധിച്ച് ഇപ്പൊ ഞാൻ ഈ അടുത്ത് ഫറൂഖ് കോളേജിൽ വെച്ച് അതിനെ കുറിച്ച് ക്ലാസ് എടുത്ത്. അപ്പൊ അവർക്കത് പുതിയൊരു അറിവാണ്. ഇപ്പൊ നമുക്കറിയാം പണ്ട് കാലത്ത് നോമ്പ് തുറക്കുന്ന സമയം അറിയിക്കുന്നത് പടക്കം പൊട്ടിച്ചിട്ടാന്ന് പറയാറുണ്ട്. അല്ല, പടക്കല്ല, കദീന പൊട്ടിച്ചിട്ട്. ഈ കദീന പൊട്ടിക്കുന്ന സമയത്താണല്ലോ ഒരാളെ നടയിൽ വെച്ച് ഇത് പൊട്ടിപ്പോയ ഒരു കഥ. അപ്പൊ അങ്ങനെ പറയുമ്പോ നമ്മള് പറയുന്നൊരു പാട്ടുണ്ട്, ഏതായിരുന്നു, വെടിമരുന്നിന് തീ കൊടുക്കുമ്പോ ഓടണം തന്തേ പോരാ ചാടണം തന്തേ എന്നൊക്കെ പറയുന്ന ഒരു പഴയ ആ ഒരു പാട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാനതൊക്കെ പാടിയ സമയത്ത് അവർക്ക് തന്നെ ഒരു പ്രത്യേക താല്പര്യം, ഈ ഒരു വിഷയത്തെ കുറിച്ച് എന്താ പഠിച്ചാൽ. അങ്ങനെ ഓരോ വിഷയങ്ങൾ അങ്ങനെയാണല്ലോ. ഇപ്പൊ നമ്മളിപ്പോ കോട്ട വീട്ടിലെ ഫൗസിമോളെ മോതിരം കളവ് പോയ വിഷയം പറഞ്ഞ് അതൊരു പാട്ടായിട്ട് ആ കഥയും അതുപോലെ തന്നെ ആ സന്ദർഭവും കൂടി പറയുമ്പോൾ, ഇപ്പൊ നമ്മുടെ ജാതി നോക്കി വി എം കുട്ടി മാഷ് എഴുതിയ 921 ആരോ ഒരു പിന്നെ മകളുടെ മുമ്പിൽ വെച്ച് പിതാവിന്റെ കണ്ണ് ചൂഴ്ന്നെടുക്കുന്ന കാഴ്ച കണ്ട സമയത്താണ് അങ്ങനെ ഒരു വിഷയം പ്രതിപാദിച്ചാണ് ആ പാട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ പാട്ടുകൾ, ഇപ്പോൾ നമ്മുടെ ടി.പി. ആലിക്കുട്ടി ഉരുക്കളുടെ ഒരു കഥ പറയാറുണ്ട്. ആലിക്കുട്ടി ഉരുക്കൾ കണ്ണിലാണ് ശൈത്താന്റെ കൂട്, നല്ല കൽബിലാണ് ഏക
ഇലാഹിന്റെ വീട്. ആ പാട്ട് എഴുതിയ ഒരു ചരിത്രം എൻ്റെ ഉപ്പാപ്പ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം സുഖമില്ലാതെ ഒരു ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് കാണാൻ പോയ സുഹൃത്തിനെ എത്ര ആയിട്ട് തട്ടി വിളിച്ചിട്ടൊന്നും ആരും എണീക്കുന്നില്ല. DP ആലിക്കുട്ടികൾ എണീക്കുന്നില്ല. കോഴിക്കോട്. പിന്നീട് അങ്ങനെ ആലിക്കുട്ടികളെ കണ്ടിട്ടുണ്ടോ? ഇല്ലില്ല, ഞാൻ കണ്ടു. ഞാൻ അദ്ദേഹത്തിനോടാണ് സുരലോക മണിഹൂർ നിസാനികളെ വാങ്ങിയത്, പിന്നെ ഖൈറുൽ ബറായ സയ്യിദി വാങ്ങിയത്. അതൊക്കെ ഞാൻ അദ്ദേഹത്തോട് നേരിട്ട് അനുവാദം വാങ്ങിയ. അതെ. അങ്ങനെ അദ്ദേഹത്തിന്റെ പിന്നെ അടുത്ത് സുഹൃത്ത് കാണാൻ പോയി. അദ്ദേഹം സുഹൃത്ത് വിളിച്ചിട്ട് അദ്ദേഹം എണീക്കുന്നില്ല. അങ്ങനെയാണ് ഒരു സിസ്റ്റർ എന്ത് ചെയ്ത് ഇഞ്ചക്ഷൻ വെക്കാൻ വേണ്ടി വന്നത്. അങ്ങനെ ഇഞ്ചക്ഷൻ വെക്കാൻ വേണ്ടി വന്ന സമയത്ത് ഈ സിസ്റ്ററുടെ കണ്ണിലേക്ക് അങ്ങനെ ആലിക്കുട്ടി ഗുരുക്കൾ നോക്കിയിരിക്കുക. അപ്പോൾ സുഹൃത്ത് അടുത്തേക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഞാൻ അത്രയും നേരമായി ഇവിടെ വന്നിട്ട് ഞാൻ വന്നിട്ട് ഇന്നോടൊരു വാക്ക് മുണ്ടിയോ? ആ സിസ്റ്റർ ഒന്ന് ഇഞ്ചക്ഷൻ വെക്കാൻ വന്ന സമയത്ത് ആയപ്പോക്ക് അങ്ങനെ അവളെ നോക്കി നിൽക്കുന്നത്. അപ്പോഴാണ് ആലിക്കുട്ടി ഗുരുക്കളി, കണ്ണിലാണ് ശൈത്താന്റെ കൂട്, നല്ല കൽബിലാണ് ഏക ഇലാഹിന്റെ വീട്. പിന്നെ പറയാ, മണ്ണിലാണ് അലങ്കാര കാഴ്ച, പല മദ്യവും മയക്കുമരുന്നിന്റെ തേർവാഴ്ച, പെണ്ണിലാണ് പിന്നെ നിന്റെ കാഴ്ച, ഉയിർ പോക്കിടും സിന ദരിദ്രനാക്കും നിന്നെ തീർച്ച. അങ്ങനെ അർത്ഥവത്തായിട്ടുള്ള വരികളുമായിട്ട് കടന്നു വന്ന അങ്ങനെ ഒരുപാട് പാട്ടുകളില്ല. അതെ, അതാണ് യാഥാർത്ഥ്യം. അങ്ങനെയുള്ള പാട്ടുകൾ, അങ്ങനത്തെ പാട്ടുകൾ ഉൾക്കൊള്ളുന്ന ആളുകളും ഇല്ലാന്ന് തോന്നിപ്പോകുന്നു. അതെ, തീർച്ചയായും. അതെ. അതിനാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഇപ്പൊ ഈ താഷ്ക് എന്ന് പറയുന്ന നമ്മുടെ പ്രൊജക്റ്റ്, ആ പ്രൊജക്റ്റ് ഞാൻ എൻ്റെ മനസ്സിൽ ഒരു 5 വർഷമായിട്ട് ഞാൻ മനസ്സിൽ കൊണ്ട് നടക്കാൻ തുടങ്ങിയിട്ട്. പക്ഷെ എനിക്കത് എങ്ങനെ ഇറക്കണം എന്നുള്ളൊരു ഓപ്ഷൻ ആ മില്ലേനിയാണ് അത് ഏറ്റെടുക്കുന്നത്. സത്യം, തീർച്ചയായും. അപ്പോൾ അങ്ങനെയാണ് ഞാൻ എൻ്റെ ഒരു സുഹൃത്തുണ്ട് ഷബീബ് അലി ബാപ്പുട്ടി എന്ന് പറയും. ഷബീബ് അലിന്റെ അടുത്താണ് ഞാൻ ഈ വിഷയം ആദ്യം പോയി പറയുന്നത്. എന്നെ കൂട്ടിപ്പിടിക്കുകയാണ്. അങ്ങനെ അത് കുഴപ്പമില്ല, നമുക്ക് ഇറക്കാമെന്ന് പറഞ്ഞ് പിന്നീടാണ് നമ്മുടെ പിന്നാലെ എനിക്കൊരു 3-4 സുഹൃത്തുക്കൾ, ഇങ്ങനെ ഫവാസ്, അബ്ദീൻ, കുഞ്ഞു, ആഷിഖ്, ഇങ്ങനെയുള്ള കുറെ ആളുകൾ ഒരു ബാപ്പുട്ടി മോങ്ങത്ത് ഒരു പാട്ടുകാരൻ വന്നിട്ടുണ്ടല്ലോ ഇപ്പോ. അത് പിന്നെ വെള്ളുവമ്പറത്ത് ഒരു ബാപ്പുട്ടി ഉണ്ട്. അപ്പോൾ ഞാൻ നമ്മളെ ബാപ്പുട്ടി ഷബീബ് അലിയോടാണ് ഈ വിഷയം ആദ്യമായിട്ട് പറയുന്നത്. അങ്ങനെയാണ് നമ്മുടെ സുഹൃത്ത് ബന്ധം എന്ന് പറയുന്ന ആ ഒരു രീതിയിൽ ഞാൻ അപ്പോഴാണ് അത് മനസ്സിലാക്കിയത് എത്രത്തോളം ആ ഒരു സുഹൃത്ത് ബന്ധത്തിനുള്ള ഒരു പവർ. കാരണം നമ്മുടെ ഒരു സുഹൃത്ത് നമ്മുടെ കൂടെ നിന്നുകൊണ്ട് ഈ താഷ്ക് എന്ന പ്രൊജക്റ്റിന് വേണ്ട കാര്യങ്ങൾ പൈസ ഇറക്കിയത് അവനാണ്. അതുപോലെ അത് വേണ്ട എല്ലാ കാര്യങ്ങളും സഹകരണം ഒക്കെ ചെയ്തു തന്നത് ഇങ്ങനെ ഫവാസ്, ബാപ്പുട്ടി, ഇങ്ങനെ ഞങ്ങളുടെ ഒരു ഗ്യാങ് ഉണ്ടായിരുന്നു. ആ ഗ്യാങ് പിന്നീട് നമ്മുടെ മില്ലേനിയത്തേക്ക് വരികയാണ്. മില്ലേനിയത്തിലായിട്ട് അത് ബന്ധപ്പെട്ട് അത് കൂടല്ലേ ഉണ്ട്. അവരിപ്പോഴും ഏത് ഉയരത്തിലെത്തിയാലും അവര് കൂടെ അത് അത്രയേ ഉള്ളൂ. കാരണം ഞാനിപ്പോഴും എപ്പോഴും അവര് നമ്മുടെ കൂടെ ഉണ്ട്, ഞാൻ അവരുടെ കൂടെ വന്ന വഴി നമ്മൾ മറക്കാൻ പാടില്ല. അവരാണ് നമ്മളെ കൊണ്ടുവന്നത്. കാരണം ഞാൻ ഇന്ന് ഈ ഒരു പൊസിഷനിൽ ഇപ്പൊ ഞാൻ ബാപ്പുക്കന്റെ മുമ്പിൽ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ അത് ബാപ്പുട്ടി എന്നെ അങ്ങനെ കൊണ്ടുപോയി. അങ്ങനെ ബാപ്പുട്ടിയുടെ കൂടെ അവന്റെ കുറച്ച് സുഹൃത്തുക്കള് അവര് കൂടെ പിടിച്ച് കൊണ്ട് നടക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇങ്ങനെ ഈ ഒരു വേദിയിൽ പോലും ഇരിക്കാൻ. അതുപോലെ തന്നെ ഈ ഒരു അംബേദ്കർ പുരസ്കാരം എന്നെ തേടിയെത്തിയത് ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്. കാരണം ആരും ഇല്ലാത്ത സമയത്ത് നമ്മളെ താങ്ങി നിർത്താൻ നമ്മുടെ ഒരു സൗഹൃദ വലയങ്ങളെ ഉണ്ടായിട്ടുള്ളൂ. അതാണ് നമ്മുടെ ഏറ്റവും വലിയ ഒരു പവർ. ഇപ്പൊ നമ്മുടെ 10ാമത്തെ എപ്പിസോഡ് ഇൻഷാ അല്ലാഹ് അടുത്ത മാസം റിലീസാക്കാൻ വേണ്ടി. പിന്നെ അതുപോലെ തന്നെ നമ്മളെ കൂടെ പാടുന്ന സൽമാ മഹസൂമ, എന്റെ പ്രിയ സുഹൃത്ത് ഷമീം ശിവപുരം എന്ന് പറയും. കണ്ണൂരുള്ളതാണ്. എന്റെ സുഹൃത്തുണ്ട് ഷമീം ശിവപുരം. ഞങ്ങൾ ഒരുമിച്ച് വിധി നിർണയ രംഗത്തുണ്ട്. പക്ഷെ ഞാൻ ഇവിടെ കാണുന്നത് ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനെ പാട്ട് പാടും. അപ്പൊ നമ്മുടെ വോക്കലിന് മാച്ച് ആയിട്ടുള്ള ഒരാളാണ് എന്ന് കണ്ടപ്പോഴാണ് ഞാൻ ഷമീനോട് കാര്യം പറയുന്നത്. അങ്ങനെയാണ് ഷമീ, ഇതിന്റെ ഭാര്യയാണ് റഷി, എനിക്ക് പൂർണ്ണ സമ്മതമാണ്, നമുക്ക് ഇങ്ങനെ ഒരു പ്രൊജക്റ്റുമായിട്ട് മുന്നോട്ട് പോകാം എന്ന്. പിന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് നമ്മുടെ ഉമ്മ, അതുപോലെ തന്നെ എൻ്റെ ഭാര്യ. അതാണ് നമുക്ക് ഏറ്റവും വലിയൊരു പവർ. സാധാരണഗതിയിൽ പറയും എൻ്റെ പെണ്ണുങ്ങളൊന്നും നമുക്ക് ഒരു സപ്പോർട്ടും ഇല്ല. പക്ഷെ നമ്മുടെ ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഭാര്യ തന്നെയാണ്. അതൊരു വായിക്കാനോ ഇരിക്കുമ്പോൾ ഒരു കട്ടൻ ചായ കാഴ്ച തരുന്നതാണ് കാരണം അതാണ് സത്യം പറഞ്ഞാൽ. ഞാൻ എനിക്കൊരു ഇൻസ്റ്റഗ്രാം ഒന്നും മര്യാദക്ക് യൂസ് ചെയ്യാൻ പോലും അറിയില്ല. പക്ഷെ നമ്മളെ പോലും ആ ഒരു സമൂഹ മാധ്യമങ്ങളിലേക്ക് എത്തിക്കപ്പെടാൻ നമ്മുടെ ഭാര്യ വഹിച്ച പങ്കാണ്. ഞാൻ ഏറ്റവും കൂടുതൽ അവള് തന്നെയാണ് ഇപ്പോഴും അത് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത്രയും സപ്പോർട്ടീവ് ആയിട്ട് നമ്മുടെ ഭാര്യ കൂടി നമ്മുടെ പറയുമ്പോൾ നോബൽ കഴിഞ്ഞ ആഴ്ച ഇറങ്ങി ഞാൻ നന്ദി രേഖപ്പെടുത്തി ഭാര്യക്ക. അതെ
സത്യം അവർക്ക് അവരാണ്. രേഖപ്പെടുത്തിയതിനു ശേഷമാണ് മറ്റുള്ള സുഹൃത്തുക്കളൊക്കെ രേഖപ്പെടുത്തി. അതെ 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 തീർച്ചയായും അവരാണ് നമ്മുടെ കൂടെ നിന്നുകൊണ്ട് നമുക്ക് വേണ്ട നമ്മൾ ഒന്ന് തളർന്നു പോകുമ്പോൾ പോലും നമ്മളെ പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ അത്രയും. അതാണ് ആ പൂമുഖവാതിൽക്കൽ ആ പാട്ടൊക്കെ മാറി നിൽക്കണം ഭാര്യയുടെ മുമ്പിൽ. കാരണം നമ്മളെ മനസ്സിലാക്കുന്ന ഒരാൾ ഉണ്ടാവുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയൊരു ഭാഗ്യം. ഇനിയും ഏറ്റവും നല്ല പാട്ടുകളും ഏറ്റവും നല്ല തീർച്ചയായും ഇതുമായിട്ട് മുന്നോട്ട് ഊർജ്ജസ്വലതയോടുകൂടി പോകണം. തീർച്ചയായും. അപ്പൊ എതിർപ്പും വിമർശനങ്ങളും നമ്മൾ എന്തോ ചെയ്യുമ്പോൾ ഉണ്ടാവുമല്ലോ. അല്ലല്ല, ജോലി ചെയ്യാത്തവന്റെ പേരിൽ എതിർപ്പുണ്ടാവില്ല. അതെ അതെ അതെ. വീട്ടിലിങ്ങനെ ഇരിക്കുകയാണെങ്കിൽ എതിർപ്പുണ്ടാവും. ഒരു പണിയില്ലാതെ ഇരിക്കുമ്പോ ആരും ഒന്നും പറയില്ല, എന്നാലും പറയൂ അവൻ ഒരു പണിക്ക് പോകാതെ ഇരിക്കുകയാണ്. അതെ അതെ തീർച്ചയായും. അതെ അതെ. അത് പറയുന്നവരെ നമ്മൾ ശ്രദ്ധിക്കുകയേ വേണ്ട. നമ്മളുടെ വഴിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുക. ഞാനിപ്പോഴും ഇങ്ങനെ അങ്ങനെ തന്നെയാ പോയിക്കൊണ്ടിരിക്കുക. വിമർശനങ്ങൾ ഉണ്ടാവാം, അടി ഇടി നായാട്ടൊക്കെ പുറകെ വരും, എന്നാലും അത് തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകണം. അപ്പോൾ ഇത്രയും നേരം സിഗ്നേച്ചറിൽ പറയാൻ കഴിഞ്ഞിട്ടില്ല. ഒരു മണിക്കൂർ പറഞ്ഞാൽ പോരാ, മാപ്പിളപ്പാട്ട് തീരൂല. മാപ്പിളപ്പാട്ടും എന്ന് പറഞ്ഞാൽ, മാപ്പിള കലകൾ എന്ന് പറഞ്ഞാൽ ദഫുമുട്ട്, കോൽക്കളി, അറബനമുട്ട്, പിന്നെ വട്ടപ്പാട്ട്, ഇതൊക്കെ ഒപ്പനയൊക്കെ ഒരു ബഹറ. അതെ തീർച്ചയായും. ആ ബഹറിൽ ചെറിയ ഒരു വെള്ളം എടുത്തപ്പോൾ ചെറുതേ ഉള്ളൂ. ഇനി അടുത്തൊരു എപ്പിസോഡിലേക്ക് ഞാൻ റഷീദിന് തീർച്ചയായിട്ടും പങ്കെടുപ്പിക്കും. ഇതുവരെ നമ്മളോട് സഹകരിച്ച എല്ലാവർക്കും പിന്നെ റഷീദിനും നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇതിന് നമ്മളെ ഇവിടേക്ക് വിളിച്ചു വരുത്തിയ മില്ലേനിയത്തിനും. അതെ തീർച്ചയായും. നമ്മുടെ ഒരു കടിഞ്ഞാൻ നമ്മള് ഇപ്പം ഇന്നത്തെ ഈ കാലഘട്ടത്തിലുള്ള വളർന്നു വരുന്ന കലാകാരന്മാരെയും വളർന്നവരെയും തേടി പിടിച്ചിട്ട് പല വേദികളിലേക്കും എത്തിക്കുന്ന ഒരു മനസ്സ് ഇതിന്റെ സജീവേട്ടനൊക്കെ ഉണ്ട്. നമ്മുടെ കൂടെ തന്നെ നിന്നുകൊണ്ടാണ് ഇപ്പൊ താഷ്കായാലും എല്ലാ പുതിയൊരു പ്രൊജക്ട് സാമ്രാട്ട് നമ്മൾ എന്തെങ്കിലും ഒന്ന് വന്ന് പറഞ്ഞാൽ നമ്മളെ മനസ്സിൽ അതൊന്നും പോവില്ല എന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കി വിടുന്ന തള്ളി വിടൂല. അതെ അതെ അതെ. നമുക്ക് കോൺഫിഡൻസ് ഉണ്ട് എങ്കിൽ കൂടെ നിന്നുകൊണ്ട് ചെയ്തിരുന്നത് അതൊരു വലിയൊരു സംഭവമാണ്. അതിന് അദ്ദേഹത്തിന്റെ ആ മനസ്സ് എന്നും നിലനിൽക്കട്ടെ എന്നും കൂടി പ്രാർത്ഥിച്ചു ഈ എപ്പിസോഡ് ഇവിടെ വൈദ്യം. തീർച്ചയായും.